ഗായ്സ് അങ്ങനെ നമ്മൾ റെഡിയായി എല്ലാം പാക്ക് ചെയ്തു 1.5 മണിക്കൂർ കൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അമ്മു, മുത്തു, അക്കുടു, പ്രണു. ഞാൻ അങ്ങനെ നോക്കി നടക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളെ റൂമിനോട് വിട പറയുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ താഴെ സോഫ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിലാണ് ബെഡും കാര്യങ്ങളൊക്കെ. മറ്റേ ഫോണിൻ്റെതിൽ ഇതിപ്പോൾ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞ് കാണിക്കും. എന്താടാ കുറച്ച് ഒരു വർഷം 2 വർഷം വൈകി എടപ്പാളായിരിക്കില്ല ഇവിടെ. എടപ്പാള് മാറി. അതെ, എടപ്പാള് മാറിണ്ടാവും. എന്തായാലും മാറ്റം വരും. നമ്മൾ പോകുമ്പോ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ കൂടെ നമ്മള് തിരിച്ചു വന്നിട്ടുള്ള ഒരു യാത്രയുണ്ട്. ഒരു വല്ലാത്ത ഫീലാണ്. എന്റെ കുട്ടിക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. സങ്കടം വരുന്നുണ്ട് എനിക്കല്ലെങ്കിലും എടപ്പാളിന്ന് പെരുമ്പിലാവിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടപ്പാളിക്ക് വരുമ്പോ അയ്യോ എനിക്കെന്തൊരു ഫീലാന്നറിയോ. ഞാൻ ദുബായി പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ആലോചിക്കാൻ വയ്യ. ആൾക്കാരൊക്കെ നിൽക്കുന്നു. എനിക്ക് വയ്യ. 2 സൈഡിലും ആളുകൾ. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. വീടിന്റെ എന്തോ ഭംഗി നിന്നെ കാണാൻ. ഇവിടെ ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ടോ? അത് ഇനി എന്താ എന്തോ. എന്താ പറഞ്ഞ എടപ്പാളിൽ കത്തിക്കൽ കഴിഞ്ഞോന്ന്. ഈ റോഡിലെ കുഴി നന്നാക്കിയത് സുഖമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 18-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ പെരുമ്പിലാവിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ 19-ാം തീയതി നമ്മൾ UAE പോകണമുണ്ട്. നമ്മൾ ഫാമിലീനായിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ ശോഭ സിറ്റിയിലോട്ടാണ്. ശോഭയിലെത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ പോയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ. കണ്ണൻകുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണെങ്കിലും അതിനകത്ത് ഫുള്ള് അമ്മും പ്രണു തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ചിരി വന്നത്. പടച്ചോ പടക്ക് ആ പോണോ വെടിവെക്ക്.
നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞത്? നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിലാണ്. ഫുഡ് കോർട്ട് എവിടെ? ഫുഡ് കോർട്ട്. ആ ഐസ്ക്രീം, കണ്ണക്കുട്ടിക്ക് പിസ്സ. ഹാപ്പി ബർത്ത്ഡേ ടു യു. തുറന്നു നോക്കിയേ. പിസ്സ കിട്ടിയപ്പോൾ ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം മാറ്റി വെച്ചു. നോ പിസ്സ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ എവിടെ? പിസ്സ പിസ്സ. ഇവിടെ വെച്ച് പോയാൽ മതി. എനിക്കും താഴെ പിസ്സ എന്നൊക്കെ. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്കൊന്നുമില്ല. ഐസ്ക്രീം കൊടുക്കാൻ കണക്കുട്ടി. വാവ്, കഴിച്ചോ? എങ്ങനെയുണ്ട് പറ. ചൂടുണ്ടാ? ഞങ്ങൾ സ്നാപ്പ്. ഈ വലിയൊരു മനുഷ്യൻ. മധുരൊക്കെ കുറയ്ക്കുമ്പോഴേക്കും കുറേ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ലാസ്റ്റ് നൈറ്റ്. തുറന്നു എല്ലാവരും എടുക്കും. ഏത് മൂന്നാമത്തല്ലേ? മഴ ചാറണില്ലേ? ഇപ്പൊ തൂളിച്ചു. പടം വായിക്കുന്ന കുതിര ഫ്രണ്ടിലുണ്ട്. കുതിരക്ക് വഴിയേറ്റി. മറ്റാള് ഞാമനും മോളും. ഡുങ്കുടുവോ ഡുങ്കുടുവോ തുമ്പി. അത് ചുമ്മാ പറഞ്ഞതാ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. രണ്ട് ഇനക്കുരികൾ ബാക്കിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ റൂമാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട കുറച്ച് ക്ലിപ്സാണ്. ഇത് നമ്മൾ പോണ അന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ ഗ്യാപ്പിൽ ആളെടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ UAEക്ക് പോകണമെന്ന് രാവിലെ, അതായത് 19-ാം തീയതി രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള പറവൂർ ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പോണ ക്ലിപ്സാണ് ഇതൊക്കെ. അവിടെ പോയി നമ്മൾ തൊഴുതു പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേനും വീട്ടിലെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തൃശ്ശൂർ ഒരു അമ്പലത്തിലും കൂടി പോകാനുണ്ടായിരുന്നേ.
അമ്മക്ക് നാണോ തുമ്പിനെ കണ്ടില്ലല്ലോ ഇതില്. വിഷ്ണുനാരായണൻ കണ്ണക്കുട്ടി അതിനുണ്ട ഡിങ്കുടു ആന എവിടെ ആന ആന എവിടെ ഇങ്ങോട്ട് മാമ ശുദ്ധം ഇങ്ങോട്ട് നോക്കി ഫോട്ടോ ഇടണം നാട്ടാനാണ് ആനേനെ വിളിക്കുന്നത് ആനേനെ വിളിക്കാണ് എന്നാണ് എന്താ ബൗ ബൗ എവിടെ അതാ തിരിയില്ല ഇതൊക്കെ ഇതാ ബൗ 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 വരും ചിരിച്ചെടുത്തേ ചിരിച്ച ബൗബു എവിടെ അതാ ബൗബു ഹലോ ഒരു ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ ഇനി എന്നാ കാണാം മാമനെ നാളെ കാണുവോ 1 വർഷം കഴിഞ്ഞിട്ട് പറ 1 വർഷം കഴിഞ്ഞിട്ട് കാണാൻ പറയും കാണാം 1 വർഷം കഴിഞ്ഞിട്ട് വീഡിയോ ഗൈസ് അങ്ങനെ ഇന്നാണ് നമ്മൾ നാട് വിടുന്നത്. ഓടി ഓടി തളർന്നു, മുഖത്ത് ഇഷ്ടം പോലെ കുരു വന്നു, തടിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാറ്റങ്ങൾ. അപ്പം ഇന്ന് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ്. നമ്മളൊരു 5 മണി ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ സമയം ഏകദേശം എത്രയും ഉണ്ടാവും, 2 മണി ആവാനായിട്ട്. ഇതുവരെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞില്ല, ഇപ്പോഴും ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അജ്മൽ ബിസ്മിയില്ലേ കുന്നംകുളം, അവിടെയുണ്ട്. ചെറിയൊരു ഇലക്ട്രോണിക്സ് ഐറ്റം നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇന്ന് പോവാടാനുള്ള ഷൂ അത് നമ്മൾ കുന്നംകുളം പോയി മേടിച്ചു. പിന്നെ ഒരാൾക്കൊരു സ്പ്രേ, ഒരു പെർഫ്യൂം ഏൽപ്പിക്കാനുണ്ടായിരുന്നു. നമ്മളൊരു ഗിവ് അവേ വിന്നറിന് ഇതുവരെയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നേരിട്ട് പോയി കൊടുത്തു. അപ്പോൾ എല്ലാ കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ റെഡിയായി. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിസ്മിന്ന് ഫ്രണ്ട് പോയിട്ടുണ്ട്. ആള് പോയിട്ട് അത് നോക്കിയിട്ട് മേടിച്ചിട്ട് വരും. ചിലപ്പോഴേ മേടിക്കുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, പാക്ക് ചെയ്യണം, 5 മണിക്ക് ഇറങ്ങണം. കണ്ണൻകുട്ടി, ഞാൻ പോണതിന് എന്താ എനിക്ക് അഭിപ്രായം? പറ, യൂട്യൂബിൽ കാണൂട്ടത്. പറ. കുറച്ച് വിഷമമുള്ളൂ. പിന്നെ വിഷമം മാറത് മേടിച്ചു. ഇഷ്ട. പറ, എന്താണ് പോണേന് എന്താണ് എനിക്ക് തോന്നുന്നത്? വിഷമുണ്ടോ? കുറച്ചുള്ളൂ. പറയണ്ട. ഈ മിസ് ചെയ്യോ? പിന്നെ മാമനെ മിസ് ചെയ്യോ? ആണോ? എനിക്ക് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? PS5 ആവും. അപ്പൊ കണ്ണൻകുട്ടി വലിയ കുട്ടിയുണ്ടാവും. 6 വയസ്സ് അടുത്ത മാസം ആവില്ലേ? അപ്പൊ തന്നെ ആവുള്ളൂ. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡിയായി, എല്ലാം പാക്ക് ചെയ്തു. 1.5 മണിക്കൂർ കൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അമ്മു, മുത്തു, അക്കുടു, പ്രണു. ഞാൻ അങ്ങനെ നോക്കി നടക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിനോട് വിട പറയുകയാണ്. ശരി ട്ടാ.
സീറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാ. നമ്മളെവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ. ഞാൻ രംഗണ്ണനായി കണ്ടോ, കാണിച്ചു കൊടുക്കണില്ല ഫുള്ള്. പക്ഷെ ഇത് രസമുണ്ട് കേട്ടോ, പെയർ ചെയ്തത് അല്ലേ? വെഡിങ് റിങ്ങും മറ്റേ റിങ്ങും കൂടിയിട്ട് ഇതെല്ലാം ഗോൾഡ്. അതാ പറഞ്ഞ രംഗണ്ണനായി മനസ്സിലാവുള്ളൂ. ഷിയാസ് കരീം കഴിച്ചോ? എവിടേക്കോ നീ എങ്ങോട്ടാണ്? ഓ നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളി. ലഗേജും കൂടി എടുക്കണ്ടേ? നമ്മുടെ ലഗേജ് എവിടെയാണാവോ? ഇത് എത്തിഹാദാലോ നമ്മുടെ അതാ എയർ അറേബ്യ. പാവം കഷ്ടപ്പെട്ട് ഉരുട്ടിയത്. നമ്മളാരാ വിളിക്കാൻ വരുമോ? ഇനിയൊന്നുമില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുക, വണ്ടി എത്താ. ഓക്കെ ബൈ. ഞാൻ വീഡിയോ എടുക്കല്ലേന്ന്. നമ്മുടെ തൊട്ടപ്പുറത്ത് സീറ്റിൽ ഇല്ല, കമ്പനി ആയിട്ടില്ല. അയ്യോ, ഇവിടെ അബുദാബി എത്തി ഗൈസ്. ഫസ്റ്റ് തന്നെ സ്റ്റാർബക്സ് ആലോ, നല്ലൊരു അങ്ങനെയല്ല. ചൂട് കുറവോ? പക്ഷെ ഇവിടെ എത്തിയപ്പോ ഭയങ്കര ചൂടാ തോന്നി. ഇപ്പൊ സമയം എത്ര? 12 മണി 12:30 രാത്രി. എന്നിട്ട് ഇത്രയും ചൂട് ഇവിടെ. അപ്പൊ ആള് പറയും ചൂട് കുറവാണ്. അടിപൊളി. ആ ഏരിയയാണ് ബനിയാസ്. ഈ ഏരിയ സായിദ് സിറ്റി, ഷക്കു സിറ്റി, അതൊക്കെ. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.